ഹലോ ഫ്രണ്ട്സ്, ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ കപ്പലിൻ്റെ ലാഷിംഗ് ബ്രിഡ്ജിലാണ്. നിങ്ങൾക്കറിയാമോ കപ്പലുകളിൽ എത്ര തരത്തിലുള്ള കണ്ടെയ്നറുകളുണ്ടെന്ന്, അതിലെന്തൊക്കെ സാധനങ്ങളാണ് കൊണ്ടുപോകുന്നതെന്ന്? നമ്മുടെ ഇന്നത്തെ വീഡിയോ അതിനെക്കുറിച്ചിട്ടാണ്, കപ്പലുകളിലെ കണ്ടെയ്നറുകൾ കൊണ്ടുപോകുന്ന സാധനങ്ങളെക്കുറിച്ചിട്ട്. ഒന്നാമതായിട്ട് വരുന്നത് റീഫർ കണ്ടെയ്നേഴ്സാണ്. ഈ റീഫർ കണ്ടെയ്നേഴ്സിനകത്താണ് തണുത്ത സാധനങ്ങൾ കൊണ്ടുപോകുന്നത്. അതുപോലെ തന്നെ കപ്പൽ കമ്പനികൾക്ക് ഏറ്റവും കൂടുതൽ പൈസ ലഭിക്കുന്നതും ഈ റീഫർ കണ്ടെയ്നേഴ്സുകളിൽ നിന്നാണ്. അതുപോലെ തന്നെ രണ്ടാമതായിട്ട് വരുന്നത് ടാങ്ക് കണ്ടെയ്നേഴ്സാണ്. ടാങ്ക് കണ്ടെയ്നേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിക്വിഡായിട്ടുള്ള സാധനങ്ങൾ കൊണ്ടുപോകാൻ ഉപയോഗിക്കുന്ന കണ്ടെയ്നറുകളെയാണ് ടാങ്ക് കണ്ടെയ്നേഴ്സ് എന്ന് പറയുന്നത്. മൂന്നാമതായിട്ട് വരുന്നത് അപകടകാരികളായ കെമിക്കലുകളെ കൊണ്ടുപോകുന്ന ഡ്രൈ കണ്ടെയ്നറുകളാണ്. ഈ കണ്ടെയ്നറുകളുടെ ഉള്ളിൽ ഏത് തരത്തിലുള്ള കെമിക്കലാണ് ഇരിക്കുന്നതെന്ന് ഇതിന് പുറത്ത് പതിപ്പിച്ചിരിക്കുന്ന സ്റ്റിക്കർ നോക്കി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഈ കണ്ടെയ്നറുകൾ അപകടകാരികളാണ്. ഇവ എപ്പോൾ വേണമെന്നുണ്ടെങ്കിലും കത്തുപിടിക്കാനും പൊട്ടിത്തെറിക്കാനും ചാൻസ് ഉള്ളവയാണ്. നാലാമതായിട്ട് വരുന്നത് നോർമൽ ഡ്രൈ കണ്ടെയ്നറുകളാണ്. കപ്പലുകളിൽ ഏറ്റവും കൂടുതൽ കാണാൻ സാധിക്കുന്നത് ഇങ്ങനെയുള്ള നോർമൽ ഡ്രൈ കണ്ടെയ്നറുകളാണ്. ഇങ്ങനെയുള്ള നോർമൽ ഡ്രൈ കണ്ടെയ്നറുകളിൽ എന്തൊക്കെ സാധനങ്ങളാണ് കൊണ്ടുപോകുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? അഞ്ചാമതായിട്ട് വരുന്നത് ഓപ്പൺ ടോപ്പ് കണ്ടെയ്നറുകളാണ്. മുകൾ ഭാഗമില്ലാത്തത് കൊണ്ടാണ് ഇവയെ ഓപ്പൺ ടോപ്പ് കണ്ടെയ്നറുകൾ എന്ന് വിളിക്കുന്നത്. ഇവ ഉപയോഗിക്കുന്നത് പൊക്കമുള്ള സാധനങ്ങൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്. ഇനി ആറാമതായിട്ട് വരുന്നത് ഫ്ലാറ്റ് റാക്ക് കണ്ടെയ്നറുകളാണ്. ഇതിനകത്ത് കൊണ്ടുപോകുന്നത് ഹെവി മെഷീനറികളാണ്. ഇങ്ങനെ 6 സൈസ് കണ്ടെയ്നറുകളാണ് നമ്മുടെ കപ്പലുകളിൽ ഉള്ളത്. കണ്ടെയ്നറുകളെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ അറ്റ്സി എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബായ്.